ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഒരു മൺഡേ, അപ്പോൾ നമ്മളുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്ന പോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സിനെ കുറിച്ച് എനിക്കറിയുന്ന പരിമിതമായ കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയണ്ടേ? ഇത് നിങ്ങളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. കാരണം എന്നോട് ഒരുപാട് പേര് ആരാണെങ്കിലും ആരെ കണ്ടാലും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലക്ഷ്മി എങ്ങനെയാണ് സമയം മാനേജ് ചെയ്യുന്നത്? ഹൗ ഡു യു മാനേജ് യുവർ ടൈം? ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? സമയം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത്രയും സമയമൊക്കെ എങ്ങനെ കിട്ടുന്നു? പക്ഷേ അത് ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലേ, ഒരു തെറ്റില്ല. ഞാനാണെങ്കിലും അങ്ങനെ ചോദിച്ചു പോകും. അപ്പോൾ അതിനൊരു ഉത്തരം ഞാൻ തരേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോഴാണ് അതിന് പറ്റിയൊരു സമയം ആയി വന്നത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം അതിലേക്ക് ചുരുങ്ങുകയാണ്, ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ എൻ്റെ ടൈം മാനേജ്മെൻറ്റാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ജനറലായിട്ട് ഞാൻ പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് ധാരണകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനമ്മമാർ എന്നെ വളർത്തിയ രീതി ആ ഒരു ചിട്ടയായിരിക്കാം, അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയതായിരിക്കാം. എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതായിരിക്കാം. എന്തായാലും കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കെല്ലാം മാനേജ് ചെയ്യാനുള്ളൊരു ഒരു എനർജിയും അതിനുള്ളൊരു എന്താ പറയണ്ടേ, അതിനുള്ളൊരു സമയം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 24 hours കുറവായിട്ട് തോന്നിയിട്ടേ ഇല്ല. 24 hours ഈസ് മോർ ദാൻ എനഫ്. അപ്പോൾ നമുക്കൊരു ചിട്ടയായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മോർ ദാൻ എനഫ്. അപ്പോൾ എന്താണ് ഈ ചിട്ടയായ പ്ലാനിങ് എന്നല്ലേ ചോദ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളുടെ മുത്തശ്ശിമാരുടെ കാലത്തോ മുത്തശ്ശന്മാരുടെ കാലത്തോ 2 generation ബാക്ക് എടുക്കുക. ആ കാലത്ത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ സമയമില്ല, സമയം കിട്ടിയില്ല, അങ്ങനെയൊക്കെ കുറവല്ലേ? ഇപ്പോൾ എന്താ കേൾക്കുന്നത്? നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കെന്താ? അയ്യോ സമയം കിട്ടിയില്ല, അയ്യോ സോറി മറന്നുപോയി, അയ്യോ എങ്ങനെ ചെയ്യുന്നു, എനിക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ ഈ സമയമില്ല എന്നുള്ളൊരു സ്ഥിരം പല്ലവിയാണ് കേൾക്കുന്നത്. പക്ഷേ നമ്മളുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രാൻഡ് മദേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊന്നും ആ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഫെസിലിറ്റീസ് ധാരാളമായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പുതിയ പുതിയ ആധുനികമായ സജ്ജീകരണങ്ങൾ ഒരുപാടുണ്ട്. സോ മെനി ഫെസിലിറ്റീസ്. ഇതൊന്നും അന്നത്തെ കാലത്തെ അമ്മൂമ്മമാർക്കും മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീടുകളിലാണെങ്കിലും ഒരു പക്ഷേ എന്താ പറയുക, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, ഒരു ടെലിവിഷൻ പോലും ഉണ്ടാവില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മിക്സി ഉണ്ടോ? മിക്സി ഇല്ല. ഗ്രൈൻഡർ ഉണ്ടോ? ഗ്രൈൻഡർ ഇല്ല. ഫ്രിഡ്ജില്ല. എല്ലാം ഫ്രഷായിട്ട് ഉണ്ടാക്കണം, ശരിയല്ലേ? പിന്നെന്താ വേണ്ടത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും അരയ്ക്കണമെങ്കിൽ അരകല്ല്, പിന്നെന്താ നെല്ല് കുത്താം, പിന്നെ അരി പൊടിക്കാം, എല്ലാം ഇങ്ങനെ ഇടിച്ച് തന്നെ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നെല്ല് പുഴുങ്ങിയെടുക്കണം. പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ഇതുപോലെയുള്ള പുറത്ത് പോകാനായിട്ട് ബൈക്ക് അടിച്ച് പൊളിച്ചൊന്നും പോകാനോ കാറോ സൗകര്യങ്ങളോ ഒന്നുമില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരുപാട് ദൂരം നടന്നു പോകണം. അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലായിരുന്നു, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പിന്നെ വയലിൽ പോയി പണിയെടുക്കുകയാണെങ്കിൽ നല്ല അധ്വാനം. അപ്പോൾ അന്ന് നല്ല ഒരു പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ, ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് പറയാനുണ്ട്. എങ്കിലും ഫെസിലിറ്റീസൊക്കെ കുറവായിരുന്നു. ഒരു സൗകര്യമില്ല. ഗ്യാസ് അടുപ്പില്ല, വിറകടുപ്പാണ്, ഇൻഡക്ഷൻ മോഡൽ കുക്കറില്ല, ഒന്നുമില്ല. പക്ഷെ പരാതിയില്ല, പരിഭവങ്ങളില്ല. ആരും പറഞ്ഞു കേട്ടിട്ടില്ല, അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, പറയില്ല. പക്ഷെ നമുക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ട് എങ്കിലും നമ്മൾക്ക് പരാതി മാത്രമേ ഉള്ളൂ, നമുക്ക് സമയം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ഈ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം എല്ലാവർക്കും ഒരുപോലെയാണ്, അതെല്ലാവരും പറയുന്നതാണ്. 24 hours സമയമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. ഈ 24 മണിക്കൂർ സമയത്തിനെ എങ്ങനെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ടൈം പോയാൽ പോയി, നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ് സമയം. ലോകത്ത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒറ്റ കാര്യമുള്ളൂ, സമയം. എന്തുകൊണ്ട്? അത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തെ സമയമേ ഉള്ളൂ. ഈ സമയം പുറകോട്ട് പോയില്ല. നമുക്കൊരിക്കലും ക്ലോക്കിനെ തിരിച്ചു വെക്കാനൊന്നും പറ്റില്ല. ഒരു രസത്തിന് ചെയ്യാന്നല്ലാണ്ട് നമുക്കത് ഒഫീഷ്യലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സമയത്തിനെ ചിട്ടപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സമയത്തിനെ പിടിച്ചു കെട്ടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനെ ഒന്ന് ക്രമീകരിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ സമയത്തിനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് സെൽഫ് മാനേജ്മെൻറ്റാണ്. ഞാൻ പറയും അത് സെൽഫ് മാനേജ്മെൻറ്റാണ്. കാരണം എൻ്റെ ഒരു രീതി ആയിരിക്കില്ല നിങ്ങളുടെ രീതി ഓഫ് ടൈം മാനേജ്മെൻറ്റ്. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു സമയ ക്രമീകരണമാണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ അത് സെൽഫ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ അതെന്താ പറയട്ടെ, കസ്റ്റമൈസ്ഡ് ആണ്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ഓരോരുത്തരുടെയും എന്താ പറയുക, തൊഴിലിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ഒരു ജീവിത രീതി അനുസരിച്ച്, ശൈലി അനുസരിച്ചിട്ട് നമ്മൾ ക്രമീകരിക്കേണ്ട, ചിട്ടപ്പെടുത്തേണ്ട ഒന്നാണ് ഈ ടൈം മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സെൽഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓരോ ദിവസവും ഡിഫറെൻ്റാണ്. അപ്പോൾ എനിക്കിന്നൊരു ഷൂട്ടിംഗ് ഉള്ള ദിവസമാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ജോലി തീർത്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ആ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് മറ്റു കാര്യങ്ങൾ
അലസത കാണിക്കാൻ പാടില്ല, അതിനൊരു കുറവും വരുത്താൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കും. ടൈം അങ്ങനെയാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഒരു യാത്രയുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസത്തെ യാത്രയായിരിക്കില്ല, ചിലപ്പോൾ ഒരാഴ്ചത്തെ യാത്രയാകാം, അല്ലെങ്കിൽ 3 ദിവസത്തെ യാത്രയാകാം. അങ്ങനെ വരുമ്പോൾ ഈ ദിവസങ്ങളിൽ ഞാനില്ല. ആ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുൻപേ തന്നെ നമ്മൾ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്ത് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു വെക്കും. എൻ്റെ ഒരു കുറവ് അവിടെ വരാൻ പാടില്ല. ആ ഒരു കുറവ് വരുത്താത്ത രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടായിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ 2 കാര്യങ്ങളും നടക്കും. അപ്പോൾ കോളേജിൽ പോകുന്ന ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിലും അതുപോലെ തന്നെ ഒരു റൊട്ടീനായിട്ട് പോകും. ഒരു പക്ഷേ ആ ദിവസങ്ങളിലായിരിക്കും കുറച്ച് തിരക്ക് കുറവ്. പിന്നെ അവധി ദിവസങ്ങളോ, സൺഡേസ് അല്ലെങ്കിൽ വേറെ ഒരു ജോലി ഇല്ലാത്ത ദിവസം ഉണ്ടാകും, ഇതൊന്നും ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാകും. ഷൂട്ടിംഗ് ഇല്ല, പിന്നെന്താ ഓഫീസിൽ പോയിട്ട് ജോലിയൊന്നുമില്ല, പിന്നെ യാത്രകളില്ല, ഒന്നുമില്ല, ഹാപ്പി, ചുമ്മാ ഇരിക്കും, റിലാക്സിങ് ഡേ. അങ്ങനെയുള്ള ദിവസം ഒരു വലിയൊരു ചിട്ടയായിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് ആവശ്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് എ റിലാക്സിങ് ഡേ. അപ്പോൾ ആ ദിവസത്തേക്ക് വേറൊരു രീതിയായിരിക്കാം. അപ്പോൾ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളും കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ആവശ്യം എന്താണ് അത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ചിലരോട് നമ്മൾ ചോദിക്കും വാട്ട് ഈസ് ടൈം മാനേജ്മെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ പറയാമല്ലോ, എന്തിനാ സമയത്തിനെ ക്രമീകരിക്കുന്നത്, ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ, ഇങ്ങനെയാണ് പറ്റുന്നത്. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്ന പോലെ നിങ്ങളോടും ചോദിക്കാം, ഒരു പക്ഷേ നിങ്ങൾ എന്തിനാണ് ടൈം മാനേജ് ചെയ്യുന്നത്? ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ചിലർ പറയും ടൈം ഈസ് മണി എന്ന് പറയും. അതെ, പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ച് ആൾക്കാരോട് ചോദിച്ചാൽ അവരെന്താ പറയുക? ടൈം ഈസ് മണി, എനിക്കൊരു നിമിഷം പോലും എനിക്ക് മാറ്റി വെക്കാനില്ല, അതെല്ലാം എൻ്റെ പൈസയാണ്, പൈസ നഷ്ടമാവും എന്ന് പറയും. പക്ഷേ പൈസയൊന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണില്ലല്ലോ, ഉണ്ടോ? നമ്മൾ ഈ ജീവിതത്തിൽ കുറച്ച് കാലം ഈ ഭൂമിയിൽ, ഈ മനോഹരമായ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതിന് അമിതമായ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. പൈസ വരും, പൈസ പോകും, പക്ഷേ ജീവിതമാണ് വലുത്. അതുകൊണ്ട് തന്നെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഈസ് ലൈഫ്. ലൈഫാണ്, ജീവിതമാണ് സമയം. ഒരു പക്ഷേ നമ്മൾ ജീവിക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നന്നായിട്ടൊരു ജീവിതവും നമ്മൾ കെട്ടിപ്പടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി സമയം നമ്മളുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഒരു ക്വാളിറ്റി സമയം നമ്മുടെ പ്രൊഫഷന് വേണ്ടി മാറ്റിവെക്കണം. പിന്നെന്താ, ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റിവെക്കാം. ഒരു ക്വാളിറ്റി ടൈം നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. ഇങ്ങനെ എല്ലാത്തിനും ഒരു ചിട്ടയായിട്ട് കൊണ്ടുപോയാൽ നമുക്ക് എല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇത് ടൈം എന്ന് പറയുന്ന കാര്യം, ഇപ്പം നമുക്ക് ഉറങ്ങുന്ന കാര്യം, ഒരു ക്രമം ഉണ്ടാക്കാമല്ലോ. ഒരു 6 to 8 hours നമ്മൾ ഉറങ്ങിയാൽ മതി, ധാരാളം മതിയാകും. അപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം നമ്മൾ 6 മണിക്കൂർ ഉറങ്ങിയുള്ളെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ശകലം സമയം ഇടയ്ക്ക് കിട്ടുമ്പോൾ ബാക്കിയും കൂടി ഉറങ്ങി തീർത്താൽ മതി. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 6 മണിക്കൂറായി പോയെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനൊരു അമിതമായ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉറക്കത്തിനൊരു 6 to 8 hours വേണം. അത് കഴിഞ്ഞ് എത്രയോ മണിക്കൂർ കിടക്കുന്നു 24 hours. ഭക്ഷണം കഴിക്കണം, പിന്നെന്താ പേഴ്സണൽ ഹൈജീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എത്ര സമയമാണ് വേണ്ടത്? വളരെ ലിമിറ്റഡ് സമയമാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകണം. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഇസ് ലൈഫാണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കും. പിന്നെ നാളെ ഒരു കാലത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യാനായിട്ട് ഇടവരരുത്. നാളെ ചിന്തിക്കും, നമ്മൾ ഇങ്ങനെ ആലോചിക്കും, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ മക്കളോടൊത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ല ഭർത്താവ് ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ കുറേ കൂടെ സമയം സ്പെൻഡ് ചെയ്യാമായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കണോ? വേണ്ട. ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അന്ന് കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അന്ന് കുറച്ചുകൂടെ ചിട്ടയായ ഒരു ജീവിതത്തിൽ പോയിരുന്നെങ്കിൽ, അന്നല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഉഴപ്പി നടന്നിരുന്നില്ലെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കില്ല. എന്നാൽ ഞാനിപ്പോൾ എവിടെ എത്തുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു, ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കരുത്. ബിക്കോസ് ടൈം ഇസ് ലൈഫ്. നമ്മൾ ജീവിച്ച് തന്നെ പോകണം. എല്ലാം അറിഞ്ഞ് സന്തോഷമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും അറിഞ്ഞ് ആസ്വദിച്ചും വിഷമിക്കേണ്ടടുത്ത് വിഷമിച്ചും അങ്ങനെ ആ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ പോകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ടൈം ഈസ് ലൈഫ്, അതൊരു കാര്യം. അപ്പോൾ ഇനി നമ്മളത് ക്രമീകരിക്കുന്ന കാര്യം. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം നോക്കേണ്ടത് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഹൗ ഡു വി വേസ്റ്റ് അവർ ടൈം? നമ്മുടെ വേസ്റ്റേജ് ഓഫ് ടൈമിനെ കുറിച്ചൊരു ധാരണ വേണം. ഏതൊക്കെ കാര്യത്തിനാണ് വേസ്റ്റേജ്? ഒന്ന്, മടി ഒരു വലിയൊരു വിപത്താണ്. ഒരു അലസത, ലേസിനെസ്. പിന്നെന്താ, ഓവർ ലക്ഷറി കൂടി പോയാലും നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മളുടെ സോഷ്യൽ മീഡിയ. അതെല്ലാവരും പറയും സോഷ്യൽ മീഡിയ കുറ്റം പറയും, അതിൻ്റെ നല്ലതുമുണ്ട് ചീത്തയുണ്ട്. അപ്പോൾ അതിനും അമിതമായ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അപ്പോൾ എത്ര സമയമാണ് നമ്മൾ ഈ കാര്യങ്ങൾക്ക്, സോഷ്യൽ മീഡിയയ്ക്കാണെങ്കിൽ നമ്മൾ എത്ര സമയമാണ് സ്പെൻഡ് ചെയ്യുന്നത്? നമ്മളിങ്ങനെ എടുത്തിട്ട് എന്താ പറയുക, ഫേസ്ബുക്ക്, ഞാൻ ഉൾപ്പെടെ ഉള്ളത്, ഫേസ്ബുക്ക്, വാട്സപ്പ്, എന്താ പറയുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ടാകാം, നമ്മൾ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണുന്നുണ്ടാവാം, സ്റ്റോറീസ് കാണുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കാണുന്നതിനൊപ്പം തന്നെ ചില വിഷമങ്ങളും ചിലർക്കുണ്ടാകും. അയ്യോ, അവരവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, അവരിങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അറിയാനുള്ളൊരു ആകാംക്ഷയാണ് സത്യത്തിൽ. അങ്ങോട്ട് കയറി നോക്കുകയാണ്. അപ്പോൾ ഒരാളുടെ പ്രൈവസി, ആളുടെ പ്രൈവറ്റ് ലൈഫ് അറിയാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ. അതുകൊണ്ടാണ് അതിന് അഭിനവമായ പ്രാധാന്യം
പ്രാധാന്യം കൊടുക്കും. ഈ അറിയുന്നതിൽ തെറ്റില്ല, പക്ഷേ അതിനൊക്കെ ഒരു ടൈം വയ്ക്കണം. കൂടുതൽ അറിഞ്ഞറിഞ്ഞ് നമ്മുടെ കാര്യം കുളമാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് ചിന്തിച്ചു കൂട്ടോ, അയ്യോ ഞങ്ങൾക്കത് പറ്റുന്നില്ലല്ലോ, നമ്മളത് ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ ഒരു കമ്പാരിസൺ വരും. അതിൻ്റെ ആവശ്യമില്ല. ഈ കാണുന്നതെല്ലാം സത്യമാകണം എന്നില്ല, അത് മറ്റൊരു മുഖമാണ്. കാര്യം ആൾക്കാരങ്ങനെ ഇടുന്ന അത് അവരുടെ സന്തോഷത്തിന്. അതിൽ എത്രത്തോളം സത്യമുണ്ട്, അവരത്ര എൻജോയ് ചെയ്തിട്ടാണോ അത് ചെയ്യുന്നത്, അത് നമുക്കറിയില്ലല്ലോ. നമുക്ക് പറ്റുന്ന എൻജോയ്മെൻറ്റ് നമ്മൾ ചെയ്യാം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് വേസ്റ്റേജ് ഓഫ് ടൈം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അതെല്ലാം മാക്സിമം കുറയ്ക്കാൻ നോക്കാം. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകണം. ഓക്കെ, നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? അപ്പോൾ പ്ലാനിങ് ഒരു 10 ദിവസം മുന്നേ ഒന്നും തുടങ്ങണ്ട. നാളത്തെ കാര്യം ഇന്ന് പ്ലാൻ ചെയ്യാം. കാര്യം നാളെ എന്താണ് നടക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. നാളത്തെ വർക്ക് എന്താണ്, വർക്ക് ഷെഡ്യൂൾ എന്താണ്, അതനുസരിച്ച്. അപ്പോൾ ഇത് മനസ്സിൽ സൂക്ഷിച്ചാൽ മതിയോ ഈ പ്ലാനിങ്? വേണ്ട. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ മറന്നുപോകും. അതുകൊണ്ട് നമ്മളൊരു നോട്ട് പാഡിലോ ഒരു ബുക്കിലോ ഡയറിയിലോ എഴുതിയത് ഒരു ചെറിയൊരു ചിറ്റ് പാഡിൽ എഴുതിയാലും മതി. സോ ദർ ഹാസ് ടു ബി എ ഷെഡ്യൂൾ. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാവണം. അത് നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് തന്നെ പോകാൻ പറ്റിയ ദിവസം. അപ്പോൾ അവിടെ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിയിടുക. പിന്നെന്താ വേണ്ടത്? ആ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക. അത് മൂന്നാമത്തെ കാര്യം. ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളാകാം, കുട്ടികൾക്കാണെങ്കിൽ പഠന കാര്യങ്ങളാകാം, ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അതിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഒരു മീ ടൈം തീർച്ചയായിട്ടും കൊടുക്കണം. മീ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു സമയം, നമ്മളുടെ കാര്യങ്ങൾ നോക്കാനൊരു സമയം, അത് മസ്റ്റായിട്ട് കൊടുക്കണം. പിന്നെ നമ്മളുടെ ആഹാരം കഴിക്കാനും സമയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളോ. അപ്പോൾ മീ ടൈം മറക്കണ്ട കേട്ടോ. പിന്നെ ഇങ്ങനെ കൂട്ടത്തിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റോ, ഇപ്പോൾ അമ്പലത്തിൽ പോകണമെങ്കിലോ വൈകുന്നേരം വേറെ എവിടെയെങ്കിലും പോകണം, അതൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, അതിൽ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞല്ലോ 3 കാര്യങ്ങളായാലും. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായി അതുപോലെ തന്നെ നമ്മൾ പാലിച്ച് കൊണ്ടുപോകാനും നോക്കണം. അതിലൊരു മാറ്റവും ഉണ്ടാകും. പിന്നെ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും ബാക്കിലാണ്, അതായത് നാളെ തന്നെ നടന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കും. ഒരു പക്ഷേ അതും കൂടി നമ്മൾ അവിടെ വരെ ചെന്ന് എത്തിയില്ലെങ്കിൽ, അത് വിട്ടുപോയാലും കുഴപ്പമില്ലെങ്കിൽ അത് ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ചെക്ക് ലിസ്റ്റും പ്രയോറിറ്റീസും എക്സിക്യൂഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഇതൊന്നും ഒരുപാട് ദിവസം മുന്നേ ഒന്നും ചെയ്യേണ്ട. പ്ലാൻ 1 day ahead, ഒരു ദിവസം മുന്നേ ഒക്കെ പ്ലാൻ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒന്നും നമ്മളിങ്ങനെ ഇട്ട് വയ്ക്കാതിരിക്കുക, അതായത് ലാഗ് ചെയ്യാതിരിക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ തന്നെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയില്ലേ, നമ്മൾ അപ്പോൾ ഉള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ കുക്കിംഗ് കഴിയുമ്പോഴത്തേക്ക് ഒരു ലോഡ് പാത്രം കിടക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു മടിയായിരിക്കും അത് കഴുകി വയ്ക്കാൻ. അതല്ല, ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ആ സമയത്ത് തന്നെ കഴുകി വയ്ക്കുക, തുടച്ചിടുകയാണെങ്കിൽ ആഫ്റ്റർ കുക്കിംഗ് നമുക്ക് ഒരു ജോലിയും കണ്ടില്ല. പ്രാക്ടിക്കലി 5 minutes നിന്നാൽ മതി, അത് കഴിഞ്ഞ് നമുക്ക് പോകാം. അപ്പോൾ ആ ഒരു ലേസിനെസ്സും പെൻഡിങ് വർക്ക്സ് ഇടാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. അതൊരു പ്രധാന കാര്യമാണ്. നോ പെൻഡിങ് വർക്ക്സ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ഡെലിഗേഷൻ കൂടിയേ തീരുള്ളൂ. ആരെങ്കിലുമൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ ചെയ്യണം. ഒരു പക്ഷേ ഡെലിഗേറ്റ് ചെയ്ത് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കൊരു സഹായത്തിന് ഒരാൾക്കാരെ വെച്ചിട്ട് ചെയ്യുന്നതിലും തെറ്റില്ല. ചില കാര്യങ്ങൾ നമുക്ക് സഹായത്തോടു കൂടി തന്നെ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു പ്രധാന കാര്യമാണ്, അതാണ് എന്താണ്, അതായത് ലേൺ ടു സേ നോ വെരി ഗ്രേസ്ഫുള്ളി. അപ്പം നോ എന്ന് പറയാനും കൂടി പഠിക്കണം. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും ഒരാൾ ആവശ്യപ്പെടുന്നത് ചെയ്യാനായിട്ട്. നമ്മുടെ സമയം മെനക്കെട്ട് പോയിട്ട് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോ പറയാനും പഠിക്കണം. പക്ഷേ അത് വളരെ നല്ല രീതിയിൽ പറയണം, ആളിനെ ഹേർട്ട് ചെയ്ത രീതിയിൽ പറയണം എന്നല്ല ചെയ്യണം. നോ പറഞ്ഞ് ആ ഒരു സമയം വെറുതെ വേസ്റ്റ് ചെയ്യാതെ കൊണ്ടുപോകാനായിട്ട് നോക്കണം. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പാടില്ല എന്നല്ല, ഈ ക്വാളിറ്റി ടൈമിൽ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് വളരെ ഗുണകരമായ രീതിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയും ചെയ്യാം. ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം നടത്തുക. ഒരു പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ലൈഫ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നാളെ ഒരു കാലത്ത് നമുക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവില്ല. കാരണം ടൈം ഈസ് ലൈഫ്. നമ്മൾ ലൈഫ് ശരിക്കും ലീവ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം, ധൈര്യപൂർവ്വം പറയാം. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സെൽഫ് മാനേജ്മെൻ്റ് ആണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങളും അത് പ്രാക്ടീസ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ ആ മാറ്റങ്ങളോട് കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. എല്ലാത്തിനും സമയമുണ്ടാകും. നമുക്ക് സമയമില്ല എന്നുള്ള എക്സ്ക്യൂസ് ഒരിക്കലും നമുക്ക് പറയേണ്ടി വരില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് and keep on watching Lekshmi Nair vlogs.